അതെ, ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാവേ. കഴിക്കുമ്പോൾ സ്വർഗം കാണുന്ന നമ്മുടെ നരകത്തിലെ കോഴി ഉണ്ടാക്കിയാലോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫുൾ ചിക്കൻ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാവേ. എന്നിട്ട് കുറച്ച് നല്ലപോലെ ഉപ്പൊക്കെ തേച്ച് കൊടുക്കണേ. നമ്മൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെ നരക്കൊണ്ടും പറയിപ്പിക്കരുതല്ലോ. എന്നിട്ട് അതിന് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാവേ. എന്നിട്ട് കുറച്ച് തൈരെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണേ. തൈരിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അത്യാവശ്യം ഇതിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മുടെ ചിക്കനിലോട്ട് പിടിക്കുകയും ചെയ്യും. ചിക്കൻ സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് വറ്റൽമുളക് ആഡ് ചെയ്യാം. ശേഷം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവേ. ഞാൻ സാധാരണ ചിക്കനും ബീഫൊന്നും ഉണ്ടാക്കുമ്പോൾ അധികം മല്ലിപ്പൊടിയും അതേപോലെ ഗരം മസാലയൊന്നും അങ്ങനെ ഇടാറില്ലേ. എന്തായാലും ഈ ചിക്കൻ മസാലയ്ക്കകത്തൊക്കെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കെന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാന്താരിമുളകും കൂടെ ക്രഷ് ചെയ്തിടാവേ. കാന്താരിമുളക് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാല ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ്റെ മേത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് വെക്കാവേ. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും ഈ സാധനത്തിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവേ. ഇത് നമുക്ക് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കാവേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ചെറിയ കോഴീനെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ കടയിൽ പോയ സമയത്ത് അവിടെ വലിയ കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വലിയ കോഴി വാങ്ങിയെന്നേ ഉള്ളേ. രാത്രി മുഴുവൻ ഫ്രിഡ്ജിലിരുന്ന ചിക്കനെ നമുക്ക് രാവിലെ എടുത്ത് തണുപ്പൊക്കെ ചെറുതായിട്ട് മാറിയ ശേഷം കുക്കറിലേക്ക് വെക്കാവേ. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും നമ്മുടെ അരപ്പിൻ്റെ വെള്ളവും കൂടി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട. ഒരു 20 മിനിറ്റോളം നമുക്ക് കുക്കറിൽ സ്ലോ കുക്ക് ചെയ്യാവേ. നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനെ വെച്ച് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഇതിനകത്തെ നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതേപോലെ കാന്താരിമുളകും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നീളമുള്ള സ്പൂണോ തവിയോ വെച്ചിട്ട് നമുക്ക് മറിച്ചിടാവേ. ഇല്ലെങ്കിൽ നരകത്തിലെ കോഴി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുത്ത ശേഷം നമുക്കൊരു ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മൾ ആ വേവിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നമ്മൾ ആ വെന്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിക്കണേ. അത് കളയല്ലോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ ടേസ്റ്റും നമ്മുടെ ചിക്കനകത്ത് തന്നെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ആ സാധാരണ മറ്റേ കരിപ്പൊരി പോലത്തെ സാധനങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് തന്നെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിന് അഡീഷണലി ചട്നിയോ മയണൈസോ ഒന്നും ഇല്ലെങ്കിലും അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, നല്ല വെന്ത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും കേട്ടോ. നമുക്ക് വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണേ. അപ്പം ഞാനിത് ഫുള്ള് കഴിക്കട്ടെ. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.